കൊലോസ്യർ 2:2, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. അന്ന് പൗലൂസ് ഇതെഴുതി. അന്നത്തെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി, അന്നത്തെ മതവക്താക്കൾക്ക് വേണ്ടി, അന്നത്തെ മതവിശ്വാസികൾക്ക് വേണ്ടി പൗലൂസ് ഇതെഴുതി. അന്ന് പൗലൂസ് കഷ്ടപ്പെട്ടത്, വേദനിച്ചത്. ഇന്ന് ഞാൻ അതേ കാര്യം ചെയ്യുക. ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും പ്രസംഗിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതും ഈ കള്ളക്രിസ്ത്യാനികളെ തെറിവിളി കേൾക്കുന്നതും ഒക്കെ എനിക്ക് തലയ്ക്ക് ഓളം ഉണ്ടായിട്ടല്ല. ഇറ്റ്സ് മൈ മിഷൻ, ഇറ്റ്സ് മൈ ഹെവൻലി പേർപ്പസ്, ഇറ്റ്സ് മൈ കോളിംഗ്. എന്താ കോളിംഗ്? നിങ്ങൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണമായുടെ സമ്പത്ത് പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ചാണ് ഞാൻ ഈ വലിയ പോരാട്ടം പോടുന്നത്. അല്ലാതെ എനിക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടല്ല. 1.5 ലക്ഷം സാലറി വാങ്ങിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പൊട്ടന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിന്റെയൊക്കെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാ, നിന്റെയൊക്കെ ചെവി തുറക്കാൻ വേണ്ടിയിട്ടാ, നിന്റെയൊക്കെ കുരുടും അന്ധതയും മാറാൻ വേണ്ടിയിട്ടാ. അത് എനിക്ക് ഓളം ഉണ്ടായിട്ടല്ല. ദിസ് ഈസ് മൈ മിഷൻ, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അത് നീയൊക്കെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും. സോ അന്ന് പൗലൂസ് പറയുന്ന അതേ തീവ്രതയോടുകൂടെ ഞാൻ പറയുക, എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന മിഷന്റെ ഭാഗമാണ് നിങ്ങളിൽ ആ ക്രിസ്തുവിനെ ഉരുവാക്കി തരിക എന്നുള്ളത്. സോ ജീസസ് അല്ല ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അല്ല ജീസസ്. ജീസസ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു മനുഷ്യനായിരുന്നു. മനോജ് എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ, ആ പദവി, അതെല്ലാവർക്കും ഓപ്പണാണ്. ആ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് ആദ്യം വന്നത് ജീസസാണ്. യെസ്, ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. അത് കഴിഞ്ഞ് എത്രയോ പേര് ആ പൊസിഷനിൽ വന്നു. ഇന്ന് ഞാൻ ആ പൊസിഷനിൽ ഇരിക്കുന്നു. ഞാൻ മാത്രമല്ല, നിങ്ങളും ഇരിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ കള്ള ക്രിസ്തീയ മതത്തിന്റെ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. ബൈബിൾ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ചെവിക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങൾ മറ്റേ കൾട്ട് പ്രസ്ഥാനത്തിൽ കിടക്കുക. സോ 2-ാം വാക്യം പറയുന്നത്, നിങ്ങൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകത്തിന്റെ പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിക്കണമെന്ന്. നിർത്തിക്കോ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള കമന്റ്സ്, നിർത്തിക്കോ. ആ സ്നേഹത്തിന്റെ ഏകീഭവനത്തിലേക്ക് വാ. പട്ടുപോകുമേ, നശിച്ചു പോകുമേ,